ജഡ്ജ് ആൻഡ് ജൂറി സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിൽ പോലും ഇപ്പോൾ ഇംഗ്ലണ്ടിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, അത് വ്യത്യാസമുണ്ട്. നമുക്ക് ആ സിസ്റ്റം ഒന്നുമില്ല. നമ്മളിവിടെ ഇട്ട് ഈ സാക്ഷിയെല്ലാം വിസ്തരിക്കുക, ഇതുപോലെ മുഴുവനുള്ള കാര്യങ്ങൾ പറയുക, പ്രതി മിണ്ടാതിരിക്കുക. പ്രതി കണ്ടാൽ തോന്നുന്നത് എന്താണെന്നറിയാം നമുക്ക്, ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഈ പ്രതികൾക്കേ ഉള്ളൂ. ഈ കുറ്റം ചെയ്യുന്നവന്മാർക്ക്, വല്ലവനെയും കൊല്ലുന്നവന്മാർക്ക് ആ മനുഷ്യാവകാശം ഉള്ളത്. അപ്പോൾ ഈ കൺവിക്ഷൻ്റെ റേറ്റ് ഇനിയുള്ള കാലത്തെങ്കിലും ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം മെച്ചപ്പെടുത്തിയേ പറ്റൂ. പിന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, വേറെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ ശിക്ഷാ സമ്പ്രദായങ്ങളാണ്. ദൈവം കെടുത്ത ജീവൻ എടുക്കാൻ ആർക്കും അനുവാദമില്ല കേട്ടോ, അതിനുള്ള അധികാരവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞു അയാൾ ഈ ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ പോയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിവൃത്തിയില്ലാതെ വന്നു, ബ്ലഡ് മണി സ്വീകരിച്ചില്ല, മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞപ്പോൾ അയാളുടെ വധശിക്ഷ പരസ്യമായിട്ട് നടപ്പാക്കി. നമ്മുടെ രാജ്യത്ത് ഒരു ഡൂക്കിലി രാഷ്ട്രീയ നേതാവിൻ്റെ മോനാന്നിരിക്കട്ടെ, ഇത് നടക്കൂ. തൂക്കിക്കൊലയാണ് ഏറ്റവും വേദന കുറഞ്ഞ മരണം കൊടുക്കുന്നതെന്ന്. അത് മരിച്ചവൻ്റെ അടുത്ത് ചോദിച്ചാലല്ല അറിയാൻ പറ്റുള്ളൂ. ജഡ്ജ് ആൻഡ് ജൂറി സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിൽ പോലും ഇപ്പോൾ ഇംഗ്ലണ്ടിലും ഒക്കെ വ്യത്യാസമുണ്ട്. ജൂറി എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്, ഇറ്റ്സ് കോളേജ് ഓഫ് ജൂറീസ് എന്ന് പറയും. അതായത് അതൊരു കൊളീജിയം എന്ന് നമ്മൾ പറയുന്ന പോലുള്ള ഒരു കോളേജ്, അതായത് കുറേ ആളുകൾ, അതെല്ലാം വെറും പ്രൈവറ്റ് പേഴ്സൺസാണ്, ലോ ഗ്രാജുവേറ്റ്സ് ഒന്നുമല്ല അവർ കർഷകർ കാണും, അതിനകത്ത് കച്ചവടക്കാർ കാണും, അതുപോലെ ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ കാണും. അവർ ഈ കോടതിയിൽ ഈ മൊഴി കേൾക്കും, ഈ സാക്ഷി പറയുന്ന മൊഴി കേട്ടിട്ട് അതിനകത്ത് നിയമം എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ജഡ്ജി എടുത്ത് ചോദിക്കും. അത് എവിഡൻഷ്യറി വാല്യൂ ഉണ്ട്, അത് എവിഡൻസിൽ എടുക്കാമോ എന്ന് ചോദിക്കും. അത് എടുക്കാമെന്നാണ്, തയ്യാറൊന്നുമില്ല എന്ന് ജഡ്ജി പറഞ്ഞാൽ അവസാനം ഈ കോളേജ് ഓഫ് ജൂറീസാണ് തീരുമാനിക്കുന്നത് ഇവൻ്റെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത്. അവർ പറയും, അവർ കോമൺ മാനാണ്, ഞാൻ പറഞ്ഞില്ലേ, അവർ പറയും അത് അവൻ തന്നെ കുറ്റം ചെയ്തത്, ഒരു കുഴപ്പം, അവൻ കൊന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മർഡർ ആവുമോ, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആവുമോ എന്നൊക്കെ നോക്കേണ്ടത് മാത്രമാണ് ഈ ജഡ്ജിയുടെ ജോലി. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, അത് വ്യത്യാസമുണ്ട്. നമുക്ക് ആ സിസ്റ്റം ഒന്നുമില്ല. നമ്മളിവിടെ ഇട്ട് ഈ സാക്ഷിയെല്ലാം വിസ്തരിക്കുക, ഇതുപോലെ മുഴുവനുള്ള കാര്യങ്ങൾ പറയുക, പ്രതി മിണ്ടാതിരിക്കുക, പ്രതിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുക, അവനെ വളരെ വളരെ സൂക്ഷിച്ച് അവനെ കൈകാര്യം ചെയ്യുക, അവൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാം നമ്മൾ മുഴുവൻ മാനിക്കുക, ആ മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് കണ്ടാൽ തോന്നുന്നത് എന്താണെന്നറിയാം നമുക്ക്, ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഈ പ്രതികൾക്കേ ഉള്ളൂ. ഈ കുറ്റം ചെയ്യുന്നവന്മാർക്ക്, വല്ലവനെയും കൊല്ലുന്നവന്മാർക്ക് ആ മനുഷ്യാവകാശം ഉള്ളത്. നേരെ മറിച്ച് ഈ കൊല്ലപ്പെടുന്ന ആളുകൾക്കുണ്ടല്ലോ, അവനോ അവൻ്റെ ബന്ധുക്കൾക്കോ, അവൻ കൊല്ലപ്പെടുന്ന മൂലം നഷ്ടം ഉണ്ടാകുന്നത്, അവൻ്റെ അച്ഛൻ, അമ്മ, അവൻ്റെ അവൻ്റെ ഭാര്യ, അവൻ്റെ സഹോദരി, അവൻ്റെ മക്കൾ, ഇവർക്കൊക്കെയല്ലേ നഷ്ടം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ. അവൻ്റെ സുഹൃത്തുക്കൾ, സമൂഹം, ഇവർക്കൊക്കെയാണ് ഈ നഷ്ടം ഉണ്ടാകുന്നത്. അതിൽ ഈ നഷ്ടം ഉണ്ടാകുന്നവർക്ക് യഥാർത്ഥത്തിൽ എന്താണെന്നറിയുക, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മനുഷ്യാവകാശങ്ങളൊന്നും ഉണ്ടായിട്ട് ഈ മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് മേനിനടിച്ച് നടക്കുന്ന പല ആളുകളും അത് ചിന്തിക്കത്തില്ല. ബാക്കി ഈ കുറ്റം ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവനങ്ങ് മനുഷ്യാവകാശങ്ങളുടെ കൂമ്പാരമാണ് ഉള്ളത്. അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അത് മനുഷ്യാവകാശങ്ങൾ അങ്ങോട്ട് കൂടുതൽ വന്നു, എന്നാൽ ആ മനുഷ്യാവകാശത്തിനോടൊപ്പം നമ്മുടെ സിസ്റ്റം അതും മാറിയിട്ടുമില്ല. മനുഷ്യാവകാശം വളർന്നോട്ടെ, കുഴപ്പമില്ല. മനുഷ്യാവകാശങ്ങൾ, റൈറ്റ് ടു ലൈഫ്, അത് മനുഷ്യാവകാശം, മനുഷ്യൻ്റെ അവകാശങ്ങളെല്ലാം മനുഷ്യർക്ക് വേണം. ആ മനുഷ്യാവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം, സംശയമൊന്നുമില്ല. പക്ഷേ ഈ സിസ്റ്റം അതിനോടൊപ്പം വളർന്നില്ലെങ്കിൽ ഈ മനുഷ്യാവകാശങ്ങൾ മാത്രം വളർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന കാര്യം. കാരണം ഈ പ്രതികൾക്കാണ് മനുഷ്യാവകാശങ്ങളുള്ളത്. ഈ കൊല്ലപ്പെട്ടവനോ അതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കിയിട്ടുള്ള അവൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും മനുഷ്യാവകാശമില്ല. വിക്ടിംസിന് മനുഷ്യാവകാശമൊന്നുമില്ല. നേരെ മറിച്ച് കുറ്റവാളിക്ക് വലിയ മനുഷ്യാവകാശമാണ്. അവനെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവനെ നടത്തിച്ചു, അവനെ ഓടിച്ചു, ഇതെല്ലാം പറയാൻ ആളുകളുണ്ട്. നേരെ മറിച്ച് ഈ പാവങ്ങൾ പട്ടിണി കിടക്കുന്നതിനെക്കുറിച്ച്, ഇവൻ്റെ കൊലപാതകം മൂലം പട്ടിണിയിലാവുന്ന കുടുംബത്തെക്കുറിച്ച് ആര് പറയും? വളരെ കുറവാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയമല്ലേ അതൊക്കെ.
അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന് ഇങ്ങനെ ബാധിക്കുന്നതാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഈ വ്യത്യാസം വന്നില്ലെങ്കിൽ അപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യും? ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിൽ എന്താണെന്നറിയാമോ പ്രത്യേകത? ഈ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ 20% കേസുകൾ ശിക്ഷിക്കപ്പെടുമെങ്കിൽ അവിടെ 80% കേസുകൾ ശിക്ഷിക്കപ്പെടും. 20% പേരെ വെറുതെ പോവുള്ളൂ. കാരണം അത് ആ തെളിവിൻ്റെ അപര്യാപ്തതയിലോ അല്ലെന്നുണ്ടെങ്കിൽ ലീഗൽ കോംപ്ലിക്കേഷൻസ് കൊണ്ടോ ഒക്കെ വെറുതെ പോകുന്നത്, ലോയിലും ഒക്കെ ആയിട്ട് വെറുതെ പോകുന്നത്, പ്രൊവിഷൻസിലൊക്കെ വേണ്ടി വെറുതെ പോകുന്നത് എന്ന് പറയുന്നത് 20% ആളുകളാണ്. അപ്പോൾ ഈ കൺവിക്ഷൻ്റെ റേറ്റ് ഇനിയുള്ള കാലത്തെങ്കിലും ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം മെച്ചപ്പെടുത്തിയേ പറ്റൂ. അപ്പോൾ ഈ സിസ്റ്റം മെച്ചപ്പെടുത്താനായിട്ട് ഒരു നല്ല സ്റ്റഡി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കൽ നടത്തിയിരുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ മരണപ്പെട്ടു പോയ ജസ്റ്റിസ് മാലിമത്ത്, അദ്ദേഹത്തിൻ്റെ മകൻ മാലിമത്തും ഇപ്പോൾ ജഡ്ജിയായിട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജസ്റ്റിസ് മാലിമത്ത് ഇവിടെ കേരള ഹൈക്കോടതിയുടെ യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായിട്ട് വർഷങ്ങളോളം ഇരുന്നതാണ് ജസ്റ്റിസ് മാലിമത്ത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്. അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മീഷൻ, ഒരു കമ്മിറ്റിയെ ഏർപ്പെടുത്തി ഈ ക്രിമിനൽ സിസ്റ്റത്തിൻ്റെ റിഫോം ചെയ്യാനായിട്ട് ഉള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റി വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു കേട്ടോ. 2-3 വോളിയം തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ കയ്യിലുണ്ടത്. പണ്ട് ഞാൻ വായിച്ചുള്ളതാണ്, ഇപ്പോൾ അത് വായിക്കേണ്ട കാര്യം വരുന്നില്ല, അതുകൊണ്ട് വായിക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. കാരണം അത് വായിച്ച് പഠിച്ചു പോയി ഞാൻ നേരത്തെ. അദ്ദേഹം വളരെ ഒരു സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു ഈ ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം ഇതേപോലെ ഈ സിസ്റ്റം മുഴുവൻ പൊളിച്ചു മാറ്റണം, പൊളിച്ചെഴുതണം എന്നുള്ളത് അദ്ദേഹം യഥാർത്ഥ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ മേളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിപ്പം പൊടിയും മാറാലയും പിടിച്ച് എവിടെയൊക്കെയോ കിടക്കുകയാണ് കേട്ടോ. ജസ്റ്റിസ് മാലിമത്ത് മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇതാണ് നമ്മുടെ നിയമത്തിൻ്റെ അപര്യാപ്തത. ഇനി ഈ നിയമത്തിൻ്റെ അപര്യാപ്തത ഇങ്ങനെ വരും. പിന്നെ മാത്രമല്ല, പിന്നുള്ളതെന്ന് എന്താണെന്നറിയോ, വളരെ ഒരു അനിയന്ത്രിതമായ അനാവശ്യമായ കാലതാമസം, ഡിലേ. ആ നീതി നടത്തിപ്പിൽ ഒരുപാട് ഡിലേ ഉണ്ടാകുന്നുണ്ട്, കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ തെളിവൊന്നും ശേഖരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്നിരിക്കട്ടെ പലപ്പോഴും. അപ്പോൾ പ്രതിയില്ല, ആ പ്രതി ഒളിവിലായിരുന്നു, വർഷങ്ങൾ ഒളിവിലായിരുന്നു, അവസാനം കൂടപ്പെട്ടു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ താമസം വരും. പക്ഷേ ഇതൊന്നുമില്ലാതെ അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുന്ന ധാരാളം കേസുകളുണ്ട്. അപ്പോൾ ആദ്യം കാലതാമസം ഉണ്ടാകുന്നത് ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് ഇൻവെസ്റ്റിഗേഷൻ. ചിലപ്പോൾ അത് വെറുതെ വലിച്ചു നീട്ടിപ്പോകും. അപ്പോൾ നമ്മൾ കാണുന്നതാണല്ലോ ഈ കാലതാമസങ്ങൾ, എന്തിനായി ഇങ്ങനെ കാലതാമസം ഉണ്ടാകുന്നത് ഈ അന്വേഷണത്തിന് എന്ന് നമുക്ക് തന്നെ തോന്നും. അത് മാസങ്ങളോളം, ചിലപ്പം വർഷങ്ങളോളം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഈ കുറ്റപത്രം കൊടുക്കുന്നു. ഈ കുറ്റപത്രം കൊടുത്തിട്ട് പിന്നെ ഈ പ്രതികൾ, ഒന്നിലധികം പ്രതികളുള്ള കേസാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ വിളിച്ചങ്ങ് പോകും. പിന്നെ അവൻ്റെ പേരിലുള്ള ട്രയൽ സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് അവൻ്റെ കേസ് LP ലോങ് പെൻഡിങ് എന്നും പറഞ്ഞ് അങ്ങോട്ട് മാറ്റിയിട്ട് വേണം ബാക്കിയുള്ളവരുടെ കേസ് എടുക്കാൻ. അപ്പോൾ ഇത് അതിൻ്റെ താമസം അങ്ങനെ. പിന്നെ കോടതികളിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ ഇഷ്ടമാതിരി കേസുകളുണ്ട്, ഒരുപാട് എണ്ണമുണ്ട്. അപ്പോൾ ഒരു കൊലക്കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു സെഷൻസ് ജഡ്ജി നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 4 കേസ് ഒരു മാസം അതേ ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണ അതേ പറ്റുള്ളൂ, കുറ്റമല്ല. കാരണം അത്രത്തോളം സാക്ഷികളെ എല്ലാം വിസ്തരിക്കണം, എല്ലാം വേണം. ഇതെല്ലാം കഴിഞ്ഞത് ജഡ്ജിമെൻറ്റ് പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാസം ഒരു 4 കേസ് എന്ന് പറയുന്നത് വളരെ നല്ല ഡിസ്പോസലാണ്. അപ്പോൾ ഞാനത് ഈ ഒരാഴ്ച തിങ്കളാഴ്ച ഒരു ട്രയൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് വ്യാഴാഴ്ച അടുത്ത ഒരു ട്രയലൂടെ തുടങ്ങും. അപ്പോൾ ഈ ഒരു കേസിൽ ഏതെങ്കിലും ഒരു മുടക്കം വന്നാലും അടുത്ത കേസ് കണക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അങ്ങനെ അധികം ആരും ചെയ്യാറുമില്ല. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ പണി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ചിലരാണെങ്കിൽ അത് ആദ്യത്തെ തീർന്നാലേ ഇല്ലെങ്കിൽ കുരുങ്ങിപ്പോവും. കുരുങ്ങുന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ മറ്റേ കേസായിരിക്കുന്നത്, രണ്ടാമത്തത് അതിൻ്റെ ഇടയിൽ കയറി പോകുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനൊന്നുമില്ല. അത് നമ്മൾ മൈൻഡ് ശരിയായിട്ട് അപ്ലൈ ചെയ്താൽ മതി, ഒരു പ്രശ്നവും വരത്തില്ല, ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഞാൻ 6-8 കേസുകളൊക്കെ ഒരു മാസം വെച്ചിട്ട് ഞാൻ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. സെഷൻസ് കേസ് ചെയ്തിട്ടുണ്ട്, കണ്ടസ്റ്റഡ് സെഷൻസ് കേസ്. തർക്കിക്കാത്ത കേസുകളെന്ന് പറഞ്ഞാൽ സാക്ഷികളൊന്നും
എല്ലാം കൂറുമാറുന്ന കേസാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ജഡ്ജിക്കും. അങ്ങനെയുള്ള കേസാണെങ്കിൽ പെട്ടെന്ന് പറയാം, 2 ദിവസം കൊണ്ട് കാര്യം തീരും, 232 അക്കിറ്റല്ലെന്നൊക്കെ നമ്മൾ പറയും, ആ രീതിയിൽ അങ്ങ് പോകും. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അനാവശ്യമായ കാലതാമസം ഉണ്ടാകും. അനാവശ്യമായ കാലതാമസം ഉണ്ടായി കഴിയുമ്പോൾ അവസാനം ഇതിൻ്റെ ഒരു നെല്ലും പതിരും തിരിച്ചെടുക്കാൻ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞ് ഈ കൊലപാതകം നടന്നിട്ട് 6-10 വർഷം ആവുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കാണുന്നത്, അല്ലേ അയാളെ വെറുതെ വിടുന്നത്. അപ്പോൾ അതിനിടയിൽ അയാൾ ഒരുപാട് വർഷം, ഈ വെറുതെ വിടേണ്ട പ്രതി ഉണ്ടല്ലോ, വിട്ടു പോകുന്ന പ്രതി, അയാൾ ഒരുപാട് നാൾ ജയിലിൽ കിടന്നതിരിക്കും. ഇതിനാര് സമാനം പറയും? അയാൾ വെറുതെ വിട്ടു പോയതാണ്, അയാളുടെ വെറുതെ വിടേണ്ട കേസാണ്, വെറുതെ വിട്ടു. പക്ഷേ ഇവ ഈ ജയിലിൽ കിടന്നതിന് ആര് സമാനം പറയും? നേരെ മറിച്ച് അതുപോലെ തന്നെ ഇവനൊരു കൊലപാതകം നടത്തിയവൻ തന്നെയാണ്, അത് നാട്ടുകാർക്ക് മുഴുവൻ പകൽ പോലെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ സംശയലവലേശമന്യേ ഇത് തെളിയിക്കാൻ കോടതിയിൽ പ്രോസിക്യൂഷന് കഴിയാത്തതുകൊണ്ട് ഇവനെ വെറുതെ വിടുമ്പോൾ ആളുകൾക്കിത് മനസ്സിൽ എന്തെങ്കിലും സംതൃപ്തി വരുമോ? ഇത് വലിയ പ്രശ്നമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ കണ്ട തെലുങ്കാനയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, അതായത് പെട്ടെന്ന് നീതി വേണം എന്നുള്ള മുറവിളി അതിന് വരും എന്ന് കണ്ടുകൊണ്ട് ആ പ്രതികളെ ഒരു 4-എണ്ണത്തിനെയോ 5-എണ്ണത്തിനോ 4-6 പേരായിരുന്നു, മറന്നുപോയി എത്രയാണെന്ന്. അതിനകത്ത് ഇവന്മാരെ ഒരിടത്തോട് തെളിവെടുക്കാനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി, ഒരു മൈതാനത്തും അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇവന്മാർ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അങ്ങ് വെടിവെച്ചു. അത് ഏതാണ്ട് സിനിമയിലൊക്കെ പിന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഉണ്ടാകുന്നത് സംഭവം. അപ്പോൾ ഇത് എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഇതിപ്പോൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് കാത്തിരിക്കാൻ അവർ തയ്യാറല്ല. ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തി കൊന്ന ഈ കാപാലികന്മാരോട് ക്ഷമിച്ചിരിക്കാൻ, അവന്മാരെ ശിക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ 10 വർഷം കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ആളുകൾ പറയും എന്നുള്ളത് കൊണ്ടാണ് ഈ പോലീസുകാർ ഈ പണി ചെയ്ത് വെച്ചത്. അതിന് ആ പോലീസുകാർക്ക് പരസ്യമായിട്ട് അവർ ഈ വെടിവെച്ച് വന്ന പോലീസുകാർക്ക് മാലയിടുക, അവർക്ക് ലഡ്ഡു വിതരണം ചെയ്യുക, നാട്ടുകാർ ഡാൻസ് കളിക്കുക. കാര്യം എന്താ? സംഭവം ജനങ്ങൾക്ക് തൃപ്തിയായി. അതാണ് നമ്മുടെ ഈ പ്രശ്നം. അപ്പോൾ ഇത് ഇനിയുള്ള കാലത്ത് പെട്ടെന്ന് ഈ നീതി നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. അതാണ് നമ്മൾ കണ്ടത്. ഇവിടെ പിന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, വേറെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ ശിക്ഷാ സമ്പ്രദായങ്ങളാണ്. ശിക്ഷാ സമ്പ്രദായങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലാത്സംഗം ചെയ്ത ഒരു പ്രതി അവനെ ജയിലിൽ ഇട്ട് ചാപ്പാട് കൊടുത്തുന്നിരിക്കട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് അവനെ ഒരു 10 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം അത് കഴിഞ്ഞിട്ട് അവനെ ഇറക്കി വിടുന്നു, റെമിഷനും ഒക്കെ കൊടുത്തിങ്ങോട്ട് ഇറക്കി വിടുന്നു. അവൻ പിന്നെ ഇത് ചെയ്യത്തില്ലേ? ചെയ്യുമല്ലോ. ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം ഒരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, അവനെ അവസാനം ശിക്ഷാ കാലാവധി അവനത് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 വർഷം, അന്നൊക്കെ അത്രയൊക്കെ കൊടുക്കുകയുള്ളൂ കേട്ടോ. ഒരു പെൺകുട്ടിയെ 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത ഒരുത്തനാണ്. അവനെ 4 വർഷം 5 വർഷമോ കഴിഞ്ഞപ്പോൾ അവനെ ഇറക്കി വിട്ടു. അവൻ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവ സ്ഥലത്ത് നോക്കി കറങ്ങി നടന്നപ്പം ഒരു കൊച്ചുകുട്ടി അവനിങ്ങനെ നടക്കുന്നു. അവന് എന്താണ്ട് ഈ മിഠായി ഉണ്ടല്ലോ, ഈ കുത്തുന്ന ഒരു മിഠായി, കൊടുക്കുന്ന ഒരു മിഠായി, അത് വാങ്ങിച്ച് അവനെ കാണിച്ചപ്പോൾ കാരണം അവനതൊന്നുമില്ല, ഒരു പാവപ്പെട്ട വീട്ടിലെയാണ്. ഇതിന് വാങ്ങിച്ചിട്ടുണ്ട്, ഇതും ഉറിഞ്ഞിക്കൊണ്ട് അവൻ്റെ കൂടെ നടന്ന് അവൻ പിന്നെ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. മിഠായിയെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവസാനം കടപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിനെ അൺനാച്ചുറൽ ഒഫൻസിന് വിധേയനാക്കി. എന്ന് വെച്ചാൽ അതിനെ ആ കുഞ്ഞിനെ ഒരു ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആ കുഞ്ഞ് എതിർത്തപ്പോൾ അവനെ ഏതാണ്ട് 7 വയസ്സ് 8 വയസ്സ് പ്രായമുള്ളവനാണ്. എതിർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ കഴുത്തിയൊക്കെയെന്ന് തോന്നുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലൊരു കേസിലുള്ള പ്രതിയെ അവനെ വെറുതെ വിട്ടതാണ്, ബലാത്സംഗ കേസിലെ പ്രതിയാണ്, വെറുതെ വിട്ടതല്ല, ശിക്ഷ കഴിഞ്ഞിറങ്ങി വന്നവനാണ്. അവൻ ചെയ്ത പണിയായത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, ഇതുപോലുള്ളവരുണ്ട്. ജനങ്ങളിത് സഹിക്കുക. അന്ന് ജനങ്ങൾ സഹിച്ചു. അന്നെന്ന് പറഞ്ഞാൽ അന്ന് ഇത്രത്തോളം ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വളർച്ചയൊന്നും അന്നില്ല. അന്ന് ഇതുപോലെ ദൃശ്യമാധ്യമങ്ങളുടെ വളർച്ചയില്ല. ഈ സംഭവങ്ങളൊക്കെ വെളിയിലറിയുന്ന പത്രദ്വാര മാത്രമേ ഇത് ആളുകൾ അറിയുള്ളൂ. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അന്ന് ഇതിന് മുറവിളി കൂട്ടാൻ ആളുകളില്ല. നേരെ മറിച്ച് ഇന്നാണെന്നുണ്ടെങ്കിൽ യവൻ്റെ രക്തം വേണം എന്ന് ആളുകൾ പറയും. അതിൻ്റെ കാരണം മീഡിയയുടെ വളർച്ചയാണ്.
യഥാർത്ഥത്തിൽ. കാരണം ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അന്ന് ജനങ്ങളുടെ മുമ്പിലൊന്നും ഈ പ്രശ്നം എത്തിയിട്ടില്ല. ഞാൻ ആ വിചാരണ കഴിഞ്ഞിട്ട് അവനെ തൂക്കാൻ വിധിച്ച കേസാണ് ഞാനീ പറഞ്ഞു വരണം ഇത്. അപ്പോൾ ചിലർ പറയും ഒരിക്കൽ ഒരു ജഡ്ജി പ്രസംഗിച്ചതാണ് കേട്ടോ. ഒരു സെഷൻ ജഡ്ജായിട്ടിരുന്ന ഒരാൾ ഒരു മൈതാനത്ത് ഒരു പ്രസംഗം നടത്തിയതാണ്. അപ്പോൾ ഞാൻ ഏതോ 1-2 കേസിൽ വധശിക്ഷ കൊടുത്തതിനെ സംബന്ധിച്ചാണ്. ദൈവം കെടുത്ത ജീവൻ എടുക്കാൻ ആർക്കും അനുവാദമില്ല കേട്ടോ, അതിനുള്ള അധികാരവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞു അയാൾ ഈ ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ പോയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം നമ്മുടെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് റെയറസ്റ്റ് എമംഗ് റെയർ, അതായത് സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കണം അതിനകത്ത് എന്ന്. എന്താ സ്പെഷ്യൽ റീസൺസ് എന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊടുക്കാൻ ഇല്ലാത്തവൻ ഇത് ഞാനൊരിക്കലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അയാളൊരു സത്യക്രിസ്ത്യാനിയാണ്, അതാണ് പ്രശ്നം. അതാ പറയുന്നത് ദൈവം കൊടുത്ത ജീവൻ മനുഷ്യനെടുക്കാൻ അധികാരമില്ല എന്ന്. അങ്ങനെ അധികാരമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തിന് ഈ സർവീസ് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് തന്നെ സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നവരുണ്ട്. ഈ കാഴ്ചപ്പാടിതാണ്. കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് ഒരുപാട് പേരുടെ കാഴ്ചപ്പാട്. ഈ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും മാറും. എപ്പോഴാണെന്നറിയോ, സർവീസിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ ഒരുപാട് കേസുകളിൽ ഈ തൂക്കിക്കൊല കൊടുത്ത ആളുകളുണ്ട് വേറെ കേട്ടോ. ഞാൻ കൊടുത്തതിൻ്റെ അത്രയും കൊടുത്തിട്ടില്ല, എന്നാലും മോശമല്ലാതെ കൊടുത്ത ആളുകളെ എനിക്കറിയാം, ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അവരൊക്കെ ഈ സർവീസിലിരിക്കുമ്പോൾ ഇത് കണ്ണുടച്ച് നിയമം അത് യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കുന്ന തന്നെയാണ്. അതിനകത്ത് ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. കൊടുക്കേണ്ടവന് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടുള്ളവർ ഇതെല്ലാം കഴിഞ്ഞ് വയസ്സായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് അനങ്ങാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ, വയ്യാതിരിക്കുമ്പോൾ അവർ ഒരു പ്രിൻസിപ്പിൾ ഇങ്ങോട്ട് ഇറക്കും. അതായത് ഈ വധശിക്ഷ എന്ന് പറയുന്നത് പ്രാകൃതമായതാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള പുതിയ നിയമസംഹിത ഇറക്കി വിടും. പക്ഷേ അവർ സർവീസിൽ ഇരിക്കുമ്പോൾ അവരിതൊന്നും കാണിച്ചിട്ടില്ല, അവർ കൊടുത്തിട്ടുണ്ട്. എന്തിനു പറയും, നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പല ജഡ്ജ്മെൻറ്റുകൾ കേട്ടോ, ഒരുപാടുണ്ട് കേട്ടോ. ആ ഒരുപാട് ജഡ്ജ്മെൻറ്റ്സിൽ അദ്ദേഹം അതിനകത്ത് വധശിക്ഷയ്ക്കെതിരെ അദ്ദേഹം ഒരുപാട് പറയും കേട്ടോ. എന്നിട്ട് എന്താണെന്നറിയാം, അവസാനം ആ ജഡ്ജ്മെൻറ്റിനകത്ത് ലാസ്റ്റ് വരുന്നുണ്ടേ അവൻ്റെ അപ്പീൽ അങ്ങ് തള്ളി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വധശിക്ഷ ശരിവെച്ചേക്കാണ്, പക്ഷേ അതിനെതിരെ ഒരുപാട് പറയും. അത് അത്രേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരുപാട് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ആ സർവീസിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ ഈ ജഡ്ജ്മെൻറ്റിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള വളരെ പ്രശസ്തമായ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അതിനകത്തൊക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഇങ്ങനെ വധശിക്ഷ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം പാടില്ല, പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പീൽ തള്ളിയേക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചിലരെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. ഈ വധശിക്ഷ കൊടുക്കണോ വേണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ വരും. ലോകത്ത് പല രാജ്യങ്ങളിലും വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട്, സത്യമാണ്. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയിലെ ഒരു വർഷം ഒരു 450 പരം ആളുകൾ വധിക്കപ്പെടും, വധശിക്ഷ കൊടുക്കുകയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അത് ഫയർ ചെയ്തും കൊല്ലുകയാണ്, അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫയറിംഗ് ആണ് അവിടെ, അതിലാണ് കൊല്ലുന്നത്, അല്ല തൂക്കിക്കൊലയൊന്നും അല്ല. അതിനൊന്നും അവർക്ക് മെനക്കെടാനും സമയമില്ല. പിന്നെ അറബ് രാജ്യങ്ങളിൽ ഇതുപോലെ, അതായത് കൊലപാതകം നടത്തിയിട്ടുള്ള ഒരുത്തനെ അവർക്കൊരു ശിക്ഷയേ ഉള്ളൂ, പരസ്യമായിട്ട് അവനെ കുനിച്ചു നിർത്തി അവൻ്റെ കഴുത്തങ്ങ് വെട്ടും, അതുകൊള്ളു. ഇതാണ് അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഒരു 4 പേര് കാണേ അവർ ചെയ്യുന്നത്, അതായത് ഒളിച്ചൊന്നുമല്ല. അതായത് ഈ ജുമാ നടക്കുന്ന വെള്ളിയാഴ്ച ദിവസം ഇതിനു വേണ്ടിയുള്ള ചില പള്ളിയങ്കണങ്ങളുണ്ട്. അവിടെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ. അത് എന്നെ സൗദിയിൽ പലയിടത്തും കൊണ്ട് കാണിച്ചു ആളുകൾ. അവിടെ അവരിത് നടപ്പാക്കും, പരസ്യമായിട്ടാണ്. എന്തിനാ കാര്യം എന്നറിയും പരസ്യമായിട്ട് ചെയ്യുന്നത്? ഇതേ കുറ്റകൃത്യം ഇനി ഇതുപോലുള്ള ഒരു കുറ്റകൃത്യം ഒരുത്തൻ ചെയ്യരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതാ അവരുടെ ആ കാഴ്ചപ്പാട്. നമുക്ക് പ്രഥമ ദൃഷ്ടി അത് നമുക്ക് തെറ്റാണെന്ന് തോന്നും. കാരണം പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്ന് പറയുന്ന പഴയ പ്രിൻസിപ്പിള് ആണ്. ഐ ഫോർ എൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത് എന്ന് പറയുന്നത് പോലെ ആ പ്രിൻസിപ്പിളാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും.
പക്ഷേ ഒരു കാര്യം അവിടെ വെച്ച് ഒന്ന് നോക്കിക്കോളൂ, അവിടെ കുറ്റകൃത്യങ്ങളെന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ കൊലപാതകങ്ങളെന്ന് പറയുന്നത് വളരെ കുറവാണ് അവിടെ. ആ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അവിടെ പിടിച്ച് ഈ ശിക്ഷയുള്ളൂ. പിന്നെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നവന് അവനെ അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് മണി കൊടുക്കാൻ, അത് വാങ്ങിക്കൊണ്ട് ഇവന് മാപ്പ് കൊടുക്കാൻ ഈ മരിച്ച ആളുകൾ തയ്യാറാവുമെങ്കിൽ, വീട്ടുകാർ തയ്യാറാവുമെങ്കിൽ, ആ ബ്ലഡ് മണി എന്ന് പറയും അതിന്, അതാണ് എൻ്റെ പേര്. ഈ പണം വാങ്ങിക്കൊണ്ട്, ഈ പണം കൊടുത്തുകൊണ്ട് അവന് മാപ്പ് കൊടുക്കാറുണ്ട്, വധശിക്ഷ ഒഴിവാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വധശിക്ഷ ഒഴിവാക്കി കൊടുത്ത് ഒരുപാട് പേരുണ്ട്. കാരണം ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത് ചില്ലറ തുകയൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ദറംസ് ആണെങ്കിൽ ഒരു ദറം എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ ഒരു 21-22 രൂപ വരും ഒരു ദറം. റിയാൽ അതേപോലെ 22 രൂപയ്ക്ക് മുകളിലാണ് റിയാൽ വരുന്നത്, നമ്മുടെ ഒരു റിയാൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് സൗദിയിൽ, ബാക്കിയുള്ളിടത്ത് ഇവിടെ ഈ UAE-യിലൊക്കെ ദറം, പിന്നെ പലയിടത്തും പലതാണ് ഈ രൂപ, അത് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് എന്താ അറിയുമോ, വലിയ തുകയാണ് കൊടുക്കണ്ടേ. അതായത് നമ്മുടെ 1 കോടി രൂപയൊക്കെ വരും ആ ബ്ലഡ് മണി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതുണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. കാരണം ജീവൻ്റെ വിലയെന്ന് പറയുന്ന ആർക്കും വിലയിടാൻ പറ്റുന്നതല്ലല്ലോ. ഈ ജീവൻ്റെ വില വരുന്നുടനെ ജീവന് വിലയിടാൻ നമുക്ക് ആർക്കും ഒക്കത്തില്ല. അപ്പോൾ ഇവനെ ഒന്ന് അവൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്നറിയാം, ഇത് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഇവർ മാപ്പ് കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല, അവനെ കൊന്നത് തന്നെ കാര്യം. അതിനൊരു വലിയ രസകരമായ ഒരു സംഭവം, രസമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് നടക്കുമെന്നുള്ളത് ആലോചിച്ച് നോക്കിക്കോളൂ. അതിനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ഒരു മലയാളി താഴ്ന്നു കൊല്ലപ്പെട്ടു, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ അതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കൊലപാതകം നടന്നു. കൊലപാതകം നടന്നപ്പോൾ ഈ അതിൽ കൊലയാളിയായിട്ട് പിടിക്കപ്പെട്ടത് ആരാണെന്നറിയാമോ? അയാൾ ഒരു അറബ് രാജ്യത്തെ രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അതിലെ പ്രതി. അയാൾ ഈ പറയുന്ന മറ്റേ രാജ്യത്തെ ഒരു റോയൽ ഫാമിലിയിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ചേക്കാണ്. അതായത് ഒരു അറബ് രാജ്യത്തെ ഒരു രാജകുമാരൻ എന്ന് നമ്മൾ പറയുന്നത് പോലുള്ള ഒരാൾ, അയാൾ മറ്റൊരു അറബ് രാജ്യത്തെ ഒരു രാജകുമാരി എന്ന് പറയുന്ന പോലുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചേക്കുന്നതാണ്. അപ്പോൾ നോക്കിക്കോണം, 2 വിധത്തിലും ഉള്ള ഈ കല്യാണം കഴിച്ചേക്കുന്ന ഈ രാജ്യത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിയമമാണല്ലോ ബാധകമാവുന്നത്. ഇയാളെ പിടികൂടി ജയിലിൽ കിടക്കുകയാണ്. അവസാനം അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു അവിടെ. അതാകായി വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ മറ്റേ രാജ്യത്തുനിന്ന്, ആ രാജകുടുംബത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി ഈ രാജ്യത്തേക്ക്, എങ്ങനെയെങ്കിലും ഇയാളുടെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാം. രക്ഷപ്പെടുത്തോണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ആ ബ്ലഡ് മണി കൊടുത്ത് അവർ വാങ്ങി തയ്യാറായിട്ട് അവരുടെ ബന്ധുക്കൾ അത് തയ്യാറാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ 2 രാജ്യത്തു നിന്നും കൂടെ കോടിക്കണക്കിന് രൂപയാണ് ഈ മരിച്ചുപോയ ആ ചെറുപ്പക്കാരൻ്റെ അച്ഛന് കൊടുക്കാൻ, വാപ്പായ്ക്ക് കൊടുക്കാൻ ഓഫറുണ്ട് വന്നത്. പക്ഷേ നമുക്ക് വലിയ അതിശയം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അയാൾ ഒരു നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യനാട്ടോ, ഈ പറയുന്ന വാപ്പ. അയാൾ പറഞ്ഞു, എൻ്റെ മോനെ ഒരുത്തം കൊന്നതല്ലേ, അതിന് എനിക്ക് എൻ്റെ വേദന പറയണമെങ്കിൽ എൻ്റെ മോനെ കൊന്നവനെ കൊല്ലണം, എനിക്ക് ഈ പൈസ ഒന്നും വേണ്ട, എൻ്റെ മോനെ കൊന്നതിൻ്റെ പൈസ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് റെഫ്യൂസ് ചെയ്തു. ആ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ വന്നു, ബ്ലഡ് മണി സ്വീകരിച്ചില്ല, മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞപ്പോൾ അയാളുടെ വധശിക്ഷ പരസ്യമായിട്ട് നടപ്പാക്കി. നമ്മുടെ രാജ്യത്ത് ഒരു ഡൂക്കിലി രാഷ്ട്രീയ നേതാവിൻ്റെ മോനാന്നിരിക്കട്ടെ, ഇത് നടക്കൂ? ഇത് രാജകുടുംബത്തിൽപ്പെട്ട 2 രാജകുടുംബങ്ങളുടെ ആളാണ് ഈ പറഞ്ഞ ആൾ. അയാളെ അവിടെ പരസ്യമായിട്ട് അയാളെ വെട്ടിക്കൊന്നു കേട്ടോ. ഇത് വേറെ ഇവിടെ നടക്കും? നമ്മുടെ രാജ്യത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു തുപ്പിയാ തെറിച്ച ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് നടക്കും? ഇത് അവിടെ ഇതൊന്നുമല്ല. അവിടെ അത് നീതി നടപ്പാക്കുക എന്ന് പറയുന്നത് കർശനമാണ്. ആ നിയമം അവിടെ പാലിക്കുന്നത്. അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെ വെട്ടിക്കൊല്ലുന്നതിനെ ഞാൻ അംഗീകരിക്കുകയല്ല, അത് എനിക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല. പക്ഷേ ഇപ്പോൾ തൂക്കിക്കൊല്ലുന്നതും വെട്ടിക്കൊല്ലുന്നതും തമ്മിലുള്ള ബന്ധം എന്തോ, അത് വ്യത്യാസം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയുന്നത് കാരണം നമ്മുടെ ഇവിടെ വധശിക്ഷയ്ക്ക്
ഹീ ഷാൽ ബി ഹാങ്ഡ് ബൈ ദ നെക്ക് അണ്ടിൽ ഹീ ഈസ് ഡെഡ് എന്നാണ്. അയാൾ മരിക്കുന്നവരെ, മരണം വരെ അയാളെ തൂക്കിലിടുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതും വെടിവെക്കുന്നതും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ന്യായങ്ങൾ പറയുന്നുണ്ട്. ഈ തൂക്കിക്കൊലയാണ് ഏറ്റവും വേദന കുറഞ്ഞ മരണം കൊടുക്കുന്നതെന്ന്. അത് മരിച്ചവൻ്റെ അടുത്ത് ചോദിച്ചാലല്ല അറിയാൻ പറ്റുള്ളൂ. അത് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ആരെയും ചോദിക്കാൻ കിട്ടത്തില്ലല്ലോ. എങ്ങനെ മരിച്ചപ്പോൾ നിനക്ക് വേദനയുണ്ടായിരുന്നു? ഇല്ല, പിന്നെ വേദനയില്ലേ? കിടന്ന് പിടയ്ക്കുന്നത് എങ്ങനെയാണ്? അവ വളരെ പിടഞ്ഞുള്ള മരണമല്ലേ ഉണ്ടാകുന്നത്. അത് തന്നെ കഴുത്ത് വെട്ടുമ്പോഴും അത് ഒറ്റ വെട്ടിനങ്ങ് കൊല്ലുന്നു. ഇത് തൂക്കിയിട്ടിട്ട് അവൻ കിടന്ന് പിടച്ചു മരിക്കുന്നു. അതേ ഉള്ളൂ. എങ്ങനെയായാലും ഈ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് വേദനയില്ല എന്ന് നമുക്ക് പറയുന്നത് തെറ്റാണ്. വേദനയുണ്ട്. ഫയർ ചെയ്ത് കൊല്ലുന്നു. ഇത് തന്നെയല്ലേ ഉണ്ടാകുന്നത്. അതും ഈ തൂക്കിക്കൊല എളുപ്പമാണ് മരണം എന്നുള്ളതേ ഉള്ളൂ. അത് ആ രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആളുകൾ പറയും അങ്ങനെ മരണം, നമ്മുടെ ഈ മരണം ഇങ്ങനെയാണ്, മറ്റേത് വലിയ കാടത്തമാണ് ഈ വെട്ടിക്കൊല്ലുന്നത് പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. കഴുത്ത് വെട്ടി ഒരാളെ കൊല്ലുന്നതും യഥാർത്ഥത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഈ തൂക്കിക്കൊലയും തമ്മിൽ എന്ത് വ്യത്യാസം? അവിടെ മരണം, ശരീരത്തു നിന്ന് ജീവൻ പോകുമ്പോൾ ആ വെപ്രാളവും പിടച്ചിലും എല്ലാ ശരീരങ്ങളിലും ഉള്ളതാണ്, എല്ലാവരിലും ഉള്ളതാണ്. അത് മൃഗത്തിനായാലും മനുഷ്യനായാലും ജീവൻ പോകുമ്പോൾ ഇത് തന്നെ ഉണ്ടാകും. അത് തൂക്കിക്കൊന്നാലും ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വെട്ടിക്കൊന്നാലും ഒന്നേ ഉള്ളൂ. പിന്നെ ഇത് വേണോ വേണ്ടേ, ഒരു ജീവൻ എടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വ്യത്യാസം വരാം. ഓരോരുത്തരുടെ ആ കൺസെപ്റ്റിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നു. പണ്ട് എത്രയോ പേരെ തൂക്കിക്കൊന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ വളരെ റെയറാണ്. ഇല്ലയെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പം നമ്മുടെ ഓർമ്മയിലുള്ള ഒത്തിരി കുറേ ഇതുണ്ടല്ലോ, നമുക്കറിയാം. ശിക്ഷയുണ്ട്. അവസാനമായിട്ട് അജ്മൽ കസബിനെ ഇവിടെ തൂക്കിക്കൊന്നില്ലേ? അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നില്ലേ? അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു പ്രത്യേക കാഴ്ചപ്പാടിലേക്ക് മാറി എന്നുള്ളതാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അത് വിവാദപരമായ കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് ഇപ്പോൾ എണ്ണം കുറവാണ്. വധശിക്ഷകൾ നടപ്പാക്കുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഏതൊക്കെ വിധത്തിൽ ഒരാളെ വെറുതെ വിടാം എന്നുള്ളതിനെക്കുറിച്ച്, അവനെ അങ്ങ് ഒഴിവാക്കാം വധശിക്ഷയിൽ നിന്ന് എന്നുള്ളതിനെക്കുറിച്ച് നോക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രത്തോളം, അതായത് ഒരു അവനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവനെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഒരുത്തനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ഹാർഡൻഡ് ക്രിമിനൽ, അതായത് യാതൊരു മനസാക്ഷിയില്ലാതെ ഇതുപോലെ സ്ഥിരമായിട്ട് ക്രൈംസ് നടത്തിക്കൊണ്ടിരിക്കുന്നവൻ, വളരെ ക്രൂരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു മർഡർ, ഇതുപോലൊക്കെ ഉള്ള ഒരുത്തനെ, അതേപോലെ ആ റെയറസ്റ്റ് എമംഗ് റെയറിൽ, അതായത് വളരെ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് മാറുന്ന ചില കൊലപാതകങ്ങൾ, അത്രത്തോളം ക്രൂവലായിട്ടുള്ളത്, ബ്രോഡ് ഡേ ലൈറ്റിൽ ഒരു പേടിയില്ലാതെ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവന്മാർ, ഇവരെ തിരിച്ചു കൊണ്ടുവന്നാൽ അവരെ മാനസിക പരിവർത്തനം നടത്തി എടുക്കാൻ പറ്റിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല, തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ നേരെ മറിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ അവൻ ഈ സമൂഹത്തിൻ്റെ സ്വൈരം കെടുത്തും. വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും. കാരണം അവന് മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യവും അവൻ്റെ കയ്യിലില്ലാത്ത ഒരുത്തനാണ് എന്നുള്ള ഒരു എവിഡൻസ്, തെളിവുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുത്തനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഒരുപാട്. ഇല്ല, ഇവനൊക്കെ തിന്ന് തടിച്ചു കൊടുത്ത് കിടക്കാനുള്ളതാണോ നമ്മുടെ നികുതി പണം എന്ന് പറയുന്നത്? ജയിലുകളിൽ ഇത്രയും വൃത്തിയിടും കാണിച്ചിട്ട് അങ്ങനെ വളരെ സൗന്ദര്യവാനായിട്ട് നടക്കുന്നവന്മാർ ഇപ്പോൾ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഈ നേരത്തെയുള്ള എൻ്റെ കേസുകളിലുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഈ അടുത്ത് തന്നെ ഈ ആലുവയിൽ ഒരു മർഡർ നടന്നല്ലോ. ഒരു പെൺകുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അതിനെ ഏതോ ഐസ്ക്രീമോ മിഠായിയോ ഏതാണ്ട് വെള്ളമോ അങ്ങാണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന് എടുത്ത് കുപ്പയിലെറിഞ്ഞത് ഒരുത്തനുണ്ട്. അവനെ എവിടുന്ന് ദൂരെ നിന്ന് ബംഗാളിൽ നിന്നോ അങ്ങോട്ട് വന്ന ഒരുത്തനാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞതാണ്, ഈ മാധ്യമ പ്രവർത്തകർ എന്നോട് പറഞ്ഞതാണ്, സാറേ അവനെ പണ്ട് കണ്ടുപോലൊന്നുമല്ല, അന്ന് കണ്ടപ്പോൾ അവൻ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ നല്ല സുന്ദരനായിട്ട്, നല്ല സ്മാർട്ടായിട്ട്, നല്ല വൃത്തിയായിട്ട്, നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ. ശരിയാണ്.
അവന് ഒരു ജോലിയും ചെയ്യണ്ട, അവന് സമയാസമയങ്ങളിൽ നല്ല ഭക്ഷണം കിട്ടും, എല്ലാ കാര്യം ഉണ്ട്. അവന് യാതൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിലും അറിയേണ്ട കാര്യമില്ല, വെയിൽ കൊള്ളണ്ട, അതൊന്നുമില്ല. ഇതൊക്കെ ആയപ്പോൾ അവൻ നോക്കുമ്പോൾ എന്താ നല്ല സുഖമല്ലേ അവന്. അങ്ങനെയാണ് നമ്മളിവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നമ്മൾ പറയുന്ന ടേമാണ് മനുഷ്യാവകാശങ്ങളെന്ന് നമ്മൾ പറയും. ഇതാണോ മനുഷ്യാവകാശങ്ങളെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു നിർവചനം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ശേഷം അടുത്ത